അപ്പം നിങ്ങളുടെ പാചകത്തിൽ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊടിയോട് വന്നിട്ടുണ്ട്. ചെട്ടിനാട് സ്റ്റൈൽ മസാല പൊടിയാണ്. അപ്പോൾ ഇത് ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. ഹലോ, വെൽക്കം ബാക്ക് ടു ഷിവൂസ് ആൻഡ് മീനൂസ് കോർണർ. അപ്പോൾ തമിഴ്നാട് സ്റ്റൈൽ മസാല പൊടി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സംബാ മുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാമ്പ് കളയേണ്ടതാണ്. പിന്നെ അതിൽ കുറച്ചൊക്കെ ഡേർട്സ് ഉണ്ട്, പിന്നെ ഡസ്റ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 1 കിലോ സംബാ മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണം അതുപോലെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഈ സംബാ മുളക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാടിയിലിട്ട് വെയിലത്ത് നന്നായിട്ട് ഇടേണ്ടതാണ്. മസാല പൊടിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൊട്ടുകടല എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് 1 കിലോ പൊട്ടുകടല. സംബാ മുളക് 1 കിലോ ആണെങ്കിൽ ഇത് നമുക്ക് 1 കിലോ എടുക്കേണ്ടത്. അടുത്ത് പെരുംജീരകം 400 ഗ്രാം എടുക്കണം. പിന്നെ ജീരകം 200 ഗ്രാം എടുക്കണം. പിന്നെ കസ്കസ് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 200 പറയുന്നത് 300 ആക്കിയും കൂടി എടുക്കാം, അതിന് കുഴപ്പമില്ല. മുളക്, പൊട്ടുകടല, പിന്നെ കസ്കസ്, ഇത് മൂന്നും നമുക്ക് വെയിലത്തിടേണ്ടതാണ് നന്നായിട്ട്. ഇനി നമുക്ക് ജീരകവും പിന്നെ പെരുംജീരകവും വറുത്തെടുക്കണം. ഇപ്പോൾ ഞാൻ 400 ഗ്രാം എടുത്തതുകൊണ്ട് നമ്മൾക്ക് 2 ബാച്ചായിട്ട് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ജീരകത്തിൻ്റെ സൗണ്ട് കേട്ടല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് കറക്റ്റ് സ്റ്റേജ്. ഇനി നമുക്ക് അതൊന്ന് ഓഫ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പെരുംജീരകം ഒന്ന് വറുത്ത് കൊടുക്കാം. ഇത് ഞാൻ 2 ബാച്ചായിട്ട് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. നമുക്ക് മണം വരണം, പിന്നെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയാൽ മതി. ഇനി നമുക്ക് രണ്ടും കൂടി ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂൾ ഡൗൺ ആവണം. ചൂടൊക്കെ മാറിയിട്ട് വേണം നമുക്ക് മെഷീനിൽ കൊണ്ട് അരയ്ക്കണം. സംബാ മുളക് നന്നായിട്ട് വെയിൽ കാഞ്ചിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് ഇങ്ങനെ ഇതുപോലെ നമുക്ക് പൊട്ടിച്ച് വരേണ്ടതാണ്. ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്താൽ അത് അപ്പം തന്നെ അത് പൊടിഞ്ഞു പോകണം. അതുപോലെ നന്നായിട്ട് ഡ്രൈ ആവണം. അതുപോലെ നമുക്ക് പൊട്ടുകടലയും പിന്നെ കസ്കസും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് മില്ലിൽ കൊണ്ടുപോയി കൊടുത്ത് ഒന്ന് പൊടിപ്പിച്ചെടുക്കാം. നമ്മൾ മാവ് മില്ലിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിൽ പട്ട, ഗ്രാമ്പ് ചേർത്ത് മെഷീനിൽ നമുക്ക് അരയ്ക്കാൻ പാടില്ല. ഈ ചില്ലി ഇട്ട് മെഷീനിൽ മാത്രമേ അരയ്ക്കാവൂ. വേറെ എന്തെങ്കിലും ഇട്ടതിൽ അരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ എല്ലാം നമ്മൾ ഒരുമിച്ച് ബോക്സിൽ ഇട്ടു. ഇനി നമുക്ക് അരച്ചിട്ട് വരാം. 2 hours later. ചെട്ടിനാട് സ്റ്റൈൽ മസാല പൊടി നന്നായി അരച്ച് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ മണത്തിലാണ്. റിയലി ഇറ്റ്സ് ടു ഗുഡ്. അപ്പോൾ ഈ മസാലപ്പൊടി നമുക്ക് ഏത് റെസിപ്പിക്ക് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈനോ അല്ലെങ്കിൽ മസാലയ്ക്കിനോ, നോൺ വെജ് റെസിപ്പി, ചിക്കൻ, മട്ടൺ എന്ത് വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.